അറിഞ്ഞോ ചേട്ടാ? എന്താടാ നമ്മുടെ പ്രാഞ്ചി കുത്തിയ മീൻകുളത്തിന്നേ നന്നങ്ങാടി കണ്ടെത്തിയെന്ന്. നന്നങ്ങാടി ആ ടി വി ഒന്ന് വച്ചു നോക്കേട്ടാ. ടി വിയിലുണ്ട് കുറെ നന്നങ്ങാടിയാ? അത് ഏതങ്ങാടി കിട്ടുന്ന സാധനമാണ്? പോലീസും പട്ടാളമൊക്കെ ഇട്ടില്ല. ഇത് എങ്ങോട്ടാണാവോ? നന്നങ്ങാടിയിൽ നിന്ന് കണ്ടെത്തിയ നിധിയെക്കുറിച്ചാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടാണ് കേരളത്തിൽ നന്നങ്ങാടികൾ കണ്ടെത്താറുള്ളത്. വിലയേറിയ സമ്പാദ്യങ്ങളും അമൂല്യങ്ങളായ വസ്തുക്കളും പുരാതനമായ വാടാ ഒരു ചായ കുടിച്ചിട്ട് വാ. എനിക്ക് വേണ്ട. വാന്നേ ഒരു ചായ കുടിച്ചിട്ട് വാ. വേണ്ട, ഞാൻ കഴിച്ചതാന്നേ. എന്നാ ഒരു 10 രൂപ ഞാനൊരു ചായ കുടിക്കും. എന്റെ അരവിന്ദ, നീ എന്ന് തന്നാവൂടാ? ഞാനൊന്ന് ജയിച്ചോട്ടെ കേട്ടോ. നീയൊക്കെ വരും തൂറാൻ കക്കൂസിന്. ഒരു 10 രൂപ എടുക്കാൻ ഗതിയില്ലാത്ത നാറി. വന്നായിരുന്നോ എല്ലാരും? നന്നങ്ങാടി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു മുൻപ് കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ കൊച്ചു കാമാക്ഷി എന്ന ഗ്രാമത്തിൽ നിന്നാണ് നന്നങ്ങാടി കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്റെ തോമാച്ചോ, ഈ നാട് നശിക്കാൻ പോവാ. എന്തുവാണോ നീ പറയുന്നത്? ആർക്കിയോളജി, പോലീസുകാര്, പിന്നെ ഈ നാട്ടിലെയും അടുത്ത നാട്ടിലെയും ഒരു പണിയില്ലാത്തവന്മാര്, പിന്നെ കുറച്ച് ഊള ചാനലുകാരും സർവ്വ മുടകളും അവിടെ ഉണ്ട്. അങ്ങനെ പ്രാഞ്ചി വരെ ഫേമസ് ആയി. അവനെ കുറിച്ച് വല്ല വിവരം ഉണ്ടടാ മോനെ? എവിടെ? ആ നന്നങ്ങാടിന്ന് കിട്ടിയ മുതലുമായിട്ട് അവൻ മുങ്ങോ? അരവിന്ദേട്ടാ, ബിന്ദുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അയ്യോ, അവളൊരു പാവല്ലോടാ. അത് പറഞ്ഞപ്പോ നിനക്കെന്താടാ ഒരു കുടിരി? ഒന്ന് പോവാ ചേട്ടാ. നാണം വരുന്ന മോനി. ടൊമാറ്റോ കാര്യം ചെയ്യും. നല്ല പഞ്ചാര കൂട്ടി ബൂസ്റ്റ് ഒക്കെ ഇട്ട് നല്ല കിടക്കാച്ചി ഒരു ചായ എടുത്തോണ്ട് വന്നേ. ഞാനൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഹോട്ടലിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ വീട്ടിലൂണ് തുടങ്ങണം. വീട്ടിലൂണാ? ഒറ്റ ചമ്മന്തി കാര്യം തീരും. ഒറ്റ ചമ്മന്തിയാ? എന്റെയൊക്കെ വീട്ടിൽ ദിവസം ചമ്മന്തി. രാവിലെ ഒറ്റ ചമ്മന്തിയായിട്ട് ഇറങ്ങിയിരിക്കാണല്ലേ? ഈ കഞ്ഞിക്ക് ആ ചമ്മന്തി ചേരില്ല. എത്ര ചേട്ടാ? 40. ശരി, ഓക്കെ സാർ. സാറേ ബാഗ്. ഓക്കെ. എന്തിനു നാണക്കേട്? ഇതല്ല കണ്ണായ സ്ഥലം. കാറില്ല, ലോറിയില്ല, ട്രെയിൻ വരെ പോകും. കേരളല്ല. അയ്യോ, സാധാ ട്രെയിൻ. ഞാൻ ജോർജിനോട് പറയാം. ഞാനൊരു 5 സെറ്റായി തരാം. ഓക്കെ? സ്കൂളിലേക്ക് വാ. അറ്റസ്റ്റ് ചെയ്യാൻ പിന്നെ വാ. സ്കൂളിലേക്ക് വാ. എനിക്ക് ഇവിടെ എന്ത് പണി? ഒരു കുഴപ്പമില്ല. പ്രിൻസിപ്പൾ അല്ലേ? എടോ, അതെ, പ്രിൻസിപ്പാളാണ്. എന്റെ കണ്ടിട്ട് തോന്നുന്നില്ലേ? ഞാനാണ് ഹതഭാഗ്യൻ. അല്ല സാറേ, ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡറാ. മാഷായിരുന്നില്ലേ? മാഷ. സോറി, ഞാൻ വേറൊരു ഇതില്ലായി പോയി. വാ മാഷേ. മനോഹരമായ കാഴ്ച. വിശപ്പ് മാറിയിൽ ഉറങ്ങുന്നു, വിശപ്പ് മാറാത്ത ഉണർന്നിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ബുദ്ധിമുട്ടായാ കുറച്ച്? എന്താ ശ്യാമൾ ടീച്ചറെ, പാത്രം പെട്ടെന്ന് തുറന്നു എന്ന്? ഓ സാറേ, അപ്പുക്കുട്ട സാറ് തുറന്നു തന്നായിരുന്നു. തുറക്കാൻ മാഷ് ബെസ്റ്റാ. ഇത് മിസ്റ്റർ ജോർജ്. ജോസ്. ജോസ്. അത് പറഞ്ഞപ്പോ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. ഇനി മുതലേ ജോസ് സാർ നമ്മളോട് ഉണ്ടാവും. ഹിസ്റ്ററി. സാറിന്റെ നാട് എവിടെയാ? നെയ്യാശ്ശേരി. സാറ് കല്യാണം കഴിച്ചതാണോ? ഇല്ല. എന്താ വൈകിയത്? ഓ, എന്തൊക്കെയാ അറിയേണ്ടത്? ജോസ് സാറേ, എല്ലാവരും ഞാനൊന്ന് ഔപചാരിക പരിചയപ്പെടുത്താം. ജോർജ്. എന്റെ ജോർജ് ഒരു 5 ഉറപ്പിക്കത്. സാറേ, ഇത് വിനോദ് സാറ്. അയ്യോ സാറേ, ഞാനാ വിനോദ് സാർ. അയ്യോ സാറേ, ഞാനാ അല്ല, ഇതാ വിനോദ് സാറ്, പൊളിറ്റിക്കൽ സയൻസ്. സന്തോഷ്, ഇംഗ്ലീഷ്. ഇത് മിസ്റ്റർ അപ്പുക്കുട്ടൻ, ഡ്രില്ല്. ഹൈസ്കൂളിൽ ഇരിക്കുന്ന ആളാ. ചില കുടുംബകാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒതുങ്ങി. ജോർജ്, ഇല്ല, 5 ഒരു ഉറുപ്പ്യ കുറയില്ല. ഇയാൾ ഈ സ്കൂളും മുറിച്ചു വെക്കുവോ? കച്ചവടം വിട്ടേക്ക്. പിന്നെ ഇത് ശ്യാമൾ ടീച്ചർ കെമിസ്ട്രി, ഉഷ ടീച്ചർ ഫിസിക്സ്, ലിലി ബയോളജി. ഇത് രാജമ്മ കണക്കാ. സാറേ, മാത്സ് എന്നാണ് ടീച്ചറെ പറഞ്ഞത്. അപ്പോഴേ എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയി പരിചയപ്പെടുക. ഓക്കെ? പറഞ്ഞിട്ട് ജോ സാറേ, ഐശ്വര്യ തുടങ്ങല്ലേ? സാറിന് വിധിയിൽ വിശ്വാസമുണ്ടോ? എന്നതാ? വിധിയിൽ വിശ്വാസം ഉണ്ടോന്ന്? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വിധി എന്നെ ചതിച്ചതാ. ഓ,
അല്ലെങ്കിൽ ഞാൻ മാത്രം പിയൂണും ബാക്കിയുള്ളവരൊക്കെ സാറുമാരും ആവും. ഈ സാറാവണമെങ്കിൽ നല്ലപോലെ പഠിക്കണമല്ലേ? ചിരിക്കണ്ട, ചിരിച്ചാൽ എൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടുവേ. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അതെ, ഇതേ ആ കാണുന്നതാണ് ക്ലാസ്. നല്ല മെനകെട്ട ഉഗ്രം പിള്ളേരാ. ധൈര്യമായിട്ട് ചെന്ന് കയറിക്കൂട്, അനുഭവിച്ചു. ഞാൻ ജോസ്, നിങ്ങളുടെ പുതിയ അധ്യാപകനാണ്. ഹിസ്റ്ററി നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പഠിക്കാനല്ല, ചരിത്രം സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന്. തൽക്കാലം നമുക്ക് ചരിത്രം പഠിക്കാം. ഓക്കെ? ക്ണാച്ചേരിപ്പുഴ ഇടമലയാറും പൂയംകുട്ടിയും ചേരുമ്പോൾ കുട്ടമ്പുഴയാം പുഴയൊഴുകിച്ചെന്നെത്തിയിടുന്നു പെരിയാറ്റിൽ. ശിവൻകുട്ടൻ സാറിന്റെ കവിത. അതാണ് ഇതിന്റെ ഒരു ഇത്. സാറിന് വെളുപ്പിച്ചിരി കൂടുതലാ. അടുത്തേക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. ശരിയാ സാറേ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്ന് കരുതും. കറപ്പിനാണേ മാർക്കറ്റ്. ജോസാറേ, നല്ല തണുപ്പുണ്ട്, ഇറങ്ങുന്നോ? ഹേയ്, കുറച്ച് കേട്ടെ. സാറേ, സാറിനറിയാമോ ലോകത്തിൽ ഇവന് ഏറ്റവും കൂടുതൽ വൈരാഗ്യം ആരോടാണ്? സോപ്പിനോട്. കാണിക്കണല്ലേ, 3 സോപ്പ് തീർത്തിട്ടാ കുളിക്കണത്. എല്ലാം ഉപകാരമുണ്ടോ? ഇതന്നെ ഇങ്ങനെ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ സാധനം. സോപ്പ് ശരിക്കും പറയണേ. എന്താ ചെയ്യാ? അയ്യോ, എനിക്ക് നീന്തലറിയില്ല. നിനക്ക് വെച്ചിട്ടാ പന്നി സാറേ. ഒഴുകി പോയനെ. ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഈ സാറുമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്മാളും അടിക്കൂല, സിഗരറ്റും വലിക്കൂല. അല്ല, അതൊരു കണക്കിന് നന്നായി. സന്ധ്യ കഴിഞ്ഞാൽ വന്ന് ഷെയർ ചോദിക്കില്ലല്ലോ. എനിക്ക് ഇഷ്ടം പോലെ ചാമ്പാലോ. ഒരു പെണ്ണൊക്കെ കെട്ടി കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പെങ്ങന്മാര് 4 പേരാണേ. അല്ലെങ്കിലും പ്രാരാബ്ധക്കാരൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നട്ടുച്ചയ്ക്ക് തെളിയുന്ന നക്ഷത്രം പോലെയാണ്. എത്ര തെളിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു സെക്കൻഡ്, നാട്ടിൽ സുമേഷ് ഏട്ടനാ. എന്നാ സുമേഷ് ഏട്ടാ? എടാ, ആകെ പ്രശ്ന. പ്രാഞ്ചിയെ കുറിച്ചൊരു വിവരവും ഇല്ല. അവനാരോ കൊന്നുകളഞ്ഞെന്നൊക്കെ നാട്ടുകാർ പറയണത്. ജോസേ, ഹലോ ജോസേ, ഹലോ. എന്ത് വേണം മാഡം? അണ്ണാ, ഒരു കോഫി, സ്ട്രോ. ശരി, ശരി. കയറുങ്ക. ശരി സാർ. മാഡം, എൻ്റെ പേര് അരവിന്ദൻ. ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഓ, എൻ്റെ പാർട്ടി ഇപ്പോൾ ഇവിടെ ഭരണമില്ലെങ്കിലും എനിക്ക് മേളിൽ നല്ല പിടിയാണ്. ഓ, അപ്പടിയാ? നൈസ്. താങ്ക് യു മാഡം. കോഫി. அண்ணா, காஃபி ரொம்ப நல்லா இருக்கு. അത് മാഡം നേരത്തെ നല്ല കാപ്പി കുടിക്കാത്തോണ്ടാ. വെറും മാട്ടമുള്ള വന്നേ. തരാതെ കാശ് എടുത്തിട്ട് പറയടാ. നമ്മളുടെ ഈ മരണപ്പെട്ട ഫ്രാൻസിസ്, അതായത് പ്രാഞ്ചി, അയാളെ കുറിച്ച് എന്താ നിങ്ങളുടെയൊക്കെ എല്ലാ അഭിപ്രായവും? വെറും അറിയാന്നേ.
അരവിന്ദ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല സാറേ. സ്വല്പം കുടിക്കും. ഓ അത് നല്ല കുടിച്ചാൽ നാവില് വരുന്ന എല്ലാം പിടിച്ചു പറയും. അതല്ലാതെ ഒരു കഥയില്ലാത്തവരാ സാറേ. ആര് പറഞ്ഞു? അവനെ പറ്റി കേൾക്കാത്ത കഥകളില്ല. ഓ വേണ്ട 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 വേണ്ട. നോ നോ വാങ്ങ വേണോ ഇല്ലെങ്കിൽ ഞങ്ങള് പോയി കഴിയുമ്പോ പോലീസുകാരെല്ലാം ഓസാണെന്ന് പറയുന്നീങ്ക. അത് കറക്റ്റാണ്. അല്ല ഈ പോലീസുകാരെ കുറിച്ച് പൊതുവെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കേട്ടില്ല അത് സത്യം. അതാണ്. ഹലോ മാഡം, എന്തായി പ്രാചി കൊലക്കേസിന്റെ അന്വേഷണം? പോലീസ് പട്ടി വന്ന് മണപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ചല്ലേ? അല്ലേലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണ്. കൈക്കൂലി കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഫയലും അവർ മുക്കും. അതിപ്പോ പളനി ആണ്ടവന്റെ ആണേലും ശബരിമല അയ്യപ്പന്റെ ആണേലും. കേട്ടോ കേട്ടിക്കോ